ചേച്ചി, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് നഷ്ടപരിഹാരം വേണം. അതിനാണ് നേരിട്ട് വന്നത്. കുട്ടിക്ക് ചെറുതായിട്ട് പരുക്കുണ്ട്. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. 2 ആഴ്ച മുന്നേ കുഞ്ഞുങ്ങൾ വണ്ടി കൊണ്ട് പോയപ്പോ ആരോ 2 പേരുണ്ടായിരുന്നു അവര് പറയുന്നത്. ആ വണ്ടി കൊണ്ട് പോയിട്ട് രണ്ടും ഒരേപോലത്തെ കുട്ടികളായിരുന്നു. രണ്ടും ഒരേപോലത്തെ കുട്ടികളായിരുന്നു. ട്വിൻസ് ആണോ? അപ്പൊ അവര് തന്നെയാണ്. തട്ടിയിട്ട് നിർത്താണ്ട് പോയത് എന്താ ചോദിച്ചു? നിർത്താണ്ട് പോയെന്നാണ് ചക്കരക്കുട്ടി പറയുന്നത്. ഇല്ലോ, ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ ഈ പിള്ളേർ ഇവിടെ വന്ന് പറയുമ്പോഴേ ഞാൻ അറിഞ്ഞിട്ട് പറയാതിരിക്കുവോ? പുറത്തുനിന്നല്ല, മൈലമ്പുള്ളി. ഞാൻ കൊച്ചു ആദ്യം പറഞ്ഞത് മണ്ണാർക്കാട് നിന്നാ. ഇവിടെ വന്നപ്പില്ലേ ഈ വണ്ടി കാണാനില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ മണ്ണാർക്കാടാണോ എന്ന് ചോദിച്ചതാണ്. മണ്ണാർക്കാടാണ് ഇപ്പൊ വണ്ടി മണ്ണാർക്കാടല്ലേ? അപ്പൊ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വണ്ടി. അത് ഏട്ടന്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നു. ശരി, ഇപ്പൊ ഞങ്ങക്ക് എന്താ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങള് കേസാക്കാൻ വേണ്ടി പോവണം. ഞങ്ങക്ക് കുറച്ച് അല്ലെങ്കിൽ നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്താ ചേച്ചി, ഞാൻ ഇത്രയും സീരിയസ് ആയി പറയുമ്പോ നിങ്ങക്ക് അത് പ്രാങ്ക് ആയിട്ടാ തോന്നുന്നത്? ഇത്രയും സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോ നിങ്ങക്ക് ചിരിയാണോ വരുന്നത്? നഷ്ടപരിഹാരം വേണോന്ന് പിള്ളേരാരോണ്ട് തട്ടിച്ചാ പൊന്നൂസായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങള് കേസിന് നോക്കോളാം. അല്ല, ചക്കരക്കുട്ടി കുഞ്ഞു മയിലും കണ്ടിടിച്ചിട്ട് വന്നെന്ന് പറയുന്നു. ഞാനില്ല, 2 പെൺപിള്ളേര് മാത്രമേ ഉള്ളെന്ന് പറയുമ്പോ പിന്നെ 2 പെൺപിള്ളേരാണ് ഇറങ്ങിയത്. 2 നിങ്ങൾ ഇറങ്ങി എന്നിട്ട് ഇടിച്ചിട്ട് അവര് പറയുന്നയോ? അവരൊന്നും വണ്ടി കൊണ്ട് ഇടിച്ചതായിട്ട് എനിക്കറിയത്തില്ല. ഇവിടെ വന്ന് അവര് പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ എങ്ങനെ ഞാൻ അറിയുന്നത്? എനിക്ക് ദേഷ്യം വരുന്ന ആ പിള്ളേർക്ക് അതിനേക്കാളും സമയം പോകുന്നത്. അവരെന്താ ചെയ്യേണ്ടത്? അതാ ഞാൻ പറഞ്ഞ മൈലമുള്ളിന്നാണേ പൊന്നുകുട്ടി ആയിരിക്കും. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അവര് ചോദിക്കണത്. പറയും. ആൾക്കാര് മൊത്തം നോക്കിയിട്ട് വേണം. ആ വണ്ടിയുടെ ഫോട്ടോ ഉണ്ട് ആ കൊച്ചിന്റെ. ആ വണ്ടി ഇടിച്ചെന്നാണ് ആ കുട്ടി പറയുന്നത്. ആ കൊച്ചിന്റെ അമ്മയുടെ വണ്ടിയുടെ ഫോട്ടോ. അമ്മ ഒരു ഫോട്ടോ കണ്ടോ അറിഞ്ഞൂടായിരുന്നു? നിങ്ങൾക്ക് CCTV ദൃശ്യം കാണിച്ചു തരാം. നിങ്ങൾ തട്ടിയത് ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട്. വണ്ടി ഇടിച്ചതിന്റെ തെളിവുണ്ടെന്ന്. ഞങ്ങളൊരു കേസായിട്ട് നമ്മുടെ കാറിന്റെ ഫോട്ടോ ആ കൊച്ചിന്റെ ഇരിക്കുന്ന. ആ കൊച്ചി ഇടിച്ചത് CCTV. ആ കൊച്ച് ഏതൊരു കൊച്ചിന്, അവരുടെ കൊച്ചിനെന്ന് അവര് പറയുന്നത്. എന്തെങ്കിലും ഒന്ന് പറയേ. അവിടെ അല്ല, ഈ കൊച്ചു പറയുന്നത് മൈലമ്പുള്ളി എന്നല്ലേ പറഞ്ഞേ? ആ പോണ വഴിക്കന്നെ. മൈലമ്പുള്ളി ജംഗ്ഷൻ എത്തിയിട്ടോ? മൈലമ്പുള്ളിന്നാണോ വെച്ച ഇപ്പൊ അവര് പറയണതേ? ആരാ സംസാരിക്കണ പിള്ളേരും ഹസ്ബൻഡും. അത് നിങ്ങള് ഫാമിലിയിൽ ഉള്ളത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചോളൂ. ഞാൻ എത്ര നേരമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലിയർ പറ. ആരും നിങ്ങൾ പിന്നെ സംസാരിക്കും. ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോകും. അല്ലെങ്കിൽ ആ 2 പിള്ളേരും വരേണ്ടി വരും. അവരിൽ ആരാ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നില്ല. ആരാണോ ഒട്ടിയത് പേരറിയില്ല. ഇവിടെ ഇല്ല. അത് CCTV എടുക്കണം. അവിടെ ഉണ്ട്. എവിടുത്തെ CCTV കണ്ടത്? മൈലമ്പുള്ളിയില് ഒരു ഷോപ്പില്. പറയേച്ചി, എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോ എന്താ പറയുന്നത്? അവരാരും ഇടിച്ചിട്ടില്ല എന്ന് അവര് പറഞ്ഞു. അപ്പൊ ഞങ്ങള് എന്നാ പിന്നെ കേസ് കൊടുക്കാല്ലേ കൊണ്ടുപോയിട്ട്? ഞങ്ങളുടെ തെളിവുണ്ടല്ലോ. ഞങ്ങള് വെറുതെ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നിട്ട് പറയില്ലല്ലോ. ഞങ്ങള് കേസിനൊന്നും പോണ്ട, ഈ കുട്ടികളല്ലേ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരു മിനിറ്റ്, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ, അല്ലെങ്കിൽ അവര് കേസിന് പോകണം. എന്താ വേണ്ടത് പറയാം. പണ്ടേ അരുണ എന്ന് പറഞ്ഞവന്റെ പേരിലല്ലേ ഞങ്ങള് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളാണോ അരുണ? അപ്പൊ നിങ്ങളും വരേണ്ടി വരും. ഇവർക്ക് ലൈസൻസ് ഉണ്ടോ? 2 പേർക്കും ഉണ്ടോ? ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ?
ചേട്ടാ ഒരു 25,000 രൂപ തരാൻ പറ, കുട്ടി ഹോസ്പിറ്റലാണേ. 25,000 രൂപ വേണം. ആ അല്ലെങ്കിൽ ഞങ്ങള് കേസിന് പോവും. ആര് അന്നോളാണ് വണ്ടി ഓടിച്ച് ചക്കരയാക്കാൻ കൊല്ലുമോ? അതൊക്കെ ഞങ്ങള് തീരുമാനിക്കേ ആരാണെന്ന്. അത് നിങ്ങൾ എന്തായാലും 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കില്ലല്ലോ. ഞാനല്ല, രണ്ട് പെൺപിള്ളേരുണ്ടായിരുന്നു പറയണത്. അപ്പൊ അവരെടുത്ത് പറ, അങ്ങനെയാണെങ്കിൽ അവരെടുത്ത് പറ, ആരാ വണ്ടി ഓടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അവർക്ക് തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കാം. നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾ എവിടെയും തട്ടിയിട്ടില്ലല്ലോ. എനിക്ക് വയ്യ എന്റെ പിള്ളേര്. അപ്പൊ ഞങ്ങള് കേസ് കൊടുക്കാല്ലേ? അല്ല നല്ലത്. നിങ്ങക്കിത് തമാശയായിട്ടാണ് ഞങ്ങക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഞങ്ങക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. തമാശയായിട്ട് തോന്നുന്നു. പിന്നെ അവരിങ്ങനെ സംസാരിക്കണത് അവര് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ വന്ന് പറയണ്ടേ? അതന്നെ. അപ്പൊ ഞങ്ങള് ഞാൻ ആ കുട്ടീന്റെ അമ്മയാണ്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ലേ നോക്കുള്ളൂ. ഇവിടെ വന്ന് പറയാനാണോ ആദ്യം നോക്കുക? അങ്ങനല്ല പറഞ്ഞത്, പിള്ളേര് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയില്ലല്ലോ. അവരങ്ങനെ പറയോ? അവരെന്ത് കാര്യം ഇവിടെ അപ്പൊ എന്നാ ഇതെന്താ പറയാത്തത്? പറഞ്ഞില്ല. അതാ ഞാൻ ചോദിക്കുന്നത്. അവര് പോയിട്ട് 2 ആഴ്ച 3 ആഴ്ച ആയില്ലേ? അവര് അറിഞ്ഞിണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണ്ടത്? തട്ടിയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. നാളെ എത്ര മണിക്ക് വരണമെന്ന്? നീമാരെ അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ പൈസ കൊടുക്കും? അതെങ്ങനെ പറയും പ്രാങ്ക് ആണെന്ന്? നിങ്ങളുടെ ഹസ്ബൻഡ് അങ്ങോട്ട് അഭിനയിച്ച് തകർക്കല്ലേ? ഹസ്ബൻഡ് അഭിനയിച്ച് തകർക്കല്ലേ? നിങ്ങളുടെ ഹസ്ബൻഡിനെ എനിക്ക് അറിയില്ല. എന്താണ് വിശേഷം? ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് ബേജാറാക്കിട്ട് കൊടുക്കാൻ പറഞ്ഞേ. ആരാ അത് ഏൽപ്പിച്ചറിയോ? 2 മക്കളാണ്. മക്കളാണ് ഏൽപ്പിച്ചത്. ഇതാ പിടിച്ചോളൂ. അവർക്കൊന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. ഇവിടെ എടുക്കി ഫോണ് വീണ. ഇതാ ഒരു കേക്കും ഉണ്ട്. എന്താണ് പറയാനുള്ള അവരുടെ അടുത്ത്? ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇങ്ങനെ ഒരു പ്രാങ്ക് തരുന്നു വിചാരിച്ചില്ല. സങ്കടം വരണ്ടേ? കരയോ? ഇങ്ങനെ പറ്റിക്കണ്ടിരുന്നില്ല അല്ലേ? അമ്മനെ ഇങ്ങനെ പറ്റിക്കണ്ടിരുന്നില്ല കേട്ടാ. പാവല്ലേ? എല്ലാവരും കൂടി പറ്റിച്ചൂല്ലേ? അതാ കരയണ്ട. ഇവരാണ്, എനിക്കറിയില്ല. ഞാനിതിൽ മനസ്സാവാൻ എനിക്കൊന്നും. അവര് കാറിന്റെ എല്ലാം അയച്ചു തന്നിട്ട് അവര് പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് ട്ടാ. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് ചേച്ചീനെ അറിയുന്ന പോലെ ട്ടാ. ഇതൊന്ന് ഓപ്പൺ ചെയ്യോ? അതിന്റെ ആണോ? അല്ല, ഞാൻ വണ്ടി ഇങ്ങനെ തട്ടിട്ടുള്ള ഇങ്ങനെ ഒന്ന് പറയാൻ. പിന്നെ ഇപ്പൊ എല്ലാവരും ഇവരാണെങ്കിൽ നിർത്തണമില്ല. ഇവര് ഒരേ നീട്ടിക്കൊണ്ടിരിക്കണേ. ഞാനതാ ചോദിച്ചത്. ഞാൻ വണ്ടി തട്ടിട്ടില്ല. ഇതൊന്ന് ഓപ്പൺ ചെയ്യോ? ഇവിടെ അതൊക്കെ വരും നമ്മള് ഗിഫ്റ്റ് കൊടുക്കാൻ. അതെ ആലത്തൂര്. ആ ഫ്രെയിം ഓപ്പൺ ചേച്ചി. നിങ്ങക്ക് നേരത്തെ മക്കൾക്ക് കൊടുത്തിണ്ടായിരുന്നു അല്ലേ സർപ്രൈസ് ഒക്കെ അല്ലേ? പക്ഷെ ഇങ്ങനെ വരുന്ന അറിയില്ല. ആള് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു അത്രേ. പിള്ളേർക്ക് ചെയ്തത് കൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ 11 മണി 12 മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ ബർത്ത്ഡേ മറന്നു എന്ന് പറഞ്ഞപ്പോ വിഷ് ചെയ്തില്ല അവര് രാവിലെ? പിള്ളേര് മെസ്സേജ് ഒന്നില്ലെങ്കിൽ ചക്കരയും കുഞ്ഞു അല്ലെങ്കിൽ അവളുടെ അമ്മയുണ്ട് അവിടെ, അല്ല വാവയുണ്ട് അവിടെ. അവര് 3 പേരും കൂടെ ആയിരിക്കും എന്തെങ്കിലും ചെയ്യുക. കേട്ടാ ചക്കരയും പൊന്നുമാണ് കേട്ടാ. സന്തോഷായ? നിങ്ങൾക്ക് സന്തോഷായ അമ്മേനെ പ്രാങ്ക് ചെയ്തപ്പോ? ഇഷ്ടായ? ഫ്രെയിം ഇഷ്ടായ? എല്ലാം ഇഷ്ടായ? ഡ്രസ്സൊക്കെ ഇഷ്ടായ? ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ആദ്യമായിട്ടാ? സന്തോഷായില്ലേ? സന്തോഷായിത്രേ? ആണോ? അപ്പൊ ഞങ്ങൾക്ക് കണ്ണറയെ കാണാൻ പറ്റിയില്ലേ? അല്ല പണ്ടൊക്കെ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ സാധനം
ആ ആ ആ പക്ഷെ ഇത് ഇത്തിരി എന്താ ആള് പേടിച്ചു. ഞാന് നല്ല ഇത്തിരി ഇതായിട്ടേ പറഞ്ഞു അല്ലേ, ദേഷ്യം വന്നിട്ട് നന്നായി പേടിപ്പിച്ചിട്ടുണ്ട്. ആ അത് തന്നെ. നന്നായിട്ട് പേടിച്ചേ. പേടിക്കണ്ട കേട്ടാ, അവരങ്ങനെ ഇപ്പോഴും അതിന് പറയല്